സർവശക്തനായ ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം അതിയായി മഹത്വപ്പെടുമാറാകട്ടെ. നിങ്ങൾ ശ്രവിക്കുന്നത് ജീസസ് വോയിസ് മെസ്സേജ്. എല്ലാ ശ്രോതാക്കൾക്കും കർത്താവായ യേശുക്രിസ്തുവിൻ നാമത്തിൽ സ്വാഗതം. അല്പസമയ ധ്യാനത്തിന് ഒരു വചനം വായിക്കുന്നു. വിശുദ്ധ ലൂക്കോസ് എഴുതിയ സുവിശേഷം 7-ാം അധ്യായം 50-ാം തിരുവചനം. നിന്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചിരിക്കുന്നു, സമാധാനത്തോടെ പോക എന്ന് പറഞ്ഞു. കർത്താവിൽ പ്രിയരെ, നാം വായിച്ചു കേട്ട വിശുദ്ധ ലൂക്കോസ് എഴുതിയ സുവിശേഷം 7-ാം അധ്യായം 50-ാം തിരുവചനത്തിൽ യേശു ഒരു സ്ത്രീക്ക് കൊടുക്കുന്ന രക്ഷയെക്കുറിച്ചാണ് നാം കാണുക. ഇത് നമുക്ക് പ്രാർത്ഥനയോടെ ധ്യാനിക്കാം. ഒരു ദിവസം യേശു പരീശന്മാരിൽ ഒരുത്തനായ ശീമോൻ്റെ ഭവനത്തിൽ അവൻ്റെ ക്ഷണം സ്വീകരിച്ചുകൊണ്ട് ഭക്ഷണത്തിനായി പോവുകയാണ്. അവർ ഭക്ഷണമേശയിലായിരിക്കുമ്പോൾ ഒരു പാപിനിയായ സ്ത്രീ യേശുവിൻ്റെ അടുക്കൽ വരികയാണ്. വന്ന് കരഞ്ഞ് കണ്ണുനീര് കൊണ്ട് യേശുവിൻ്റെ കാൽ നനയ്ക്കുകയാണ്, തലമുടി കൊണ്ട് തുടയ്ക്കുകയാണ്. അവൾ കൊണ്ടുവന്ന പരിമള തൈലം യേശുവിൻ്റെ കാലിൽ പൂശുകയാണ്, ചുംബിക്കുകയാണ്. ഇതൊക്കെ ചെയ്യുമ്പോൾ പരീശനായ ശീമോൻ ചിന്തിക്കുന്നു, യേശു ഒരു പ്രവാചകനെങ്കിൽ, അഥവാ ദൈവത്തിൻ്റെ അടുക്കൽ നിന്ന് വന്നവനെങ്കിൽ ഇവളെ ഇതൊക്കെ ചെയ്യുവാൻ സമ്മതിക്കുമോ? ഇവൾ പാപിയായ ഒരു സ്ത്രീ അല്ലയോ എന്ന് ചിന്തിക്കുന്നു. അതിന് തക്കതായ മറുപടി യേശു ശീമോന് ഒരു ഉപമയിലൂടെ നൽകുകയാണ്. ശേഷം അവൾക്ക് കൊടുക്കുന്ന മറുപടിയാണ് നാം വായിച്ചു കേട്ടത്. അവൾക്ക് കൊടുക്കുന്ന മറുപടി രക്ഷയും സമാധാനവുമാണ്. യേശുവിൻ്റെ അടുക്കൽ വരുന്ന ഓരോ വ്യക്തിക്കും ലഭിക്കുന്ന 2 നന്മകളാണ് ഇവിടെ നാം കാണുക. അത് ഒന്ന് രക്ഷയും മറ്റൊന്ന് സമാധാനവുമാണ്. രക്ഷയ്ക്കായി കാക്ഷിക്കുന്നവരെ ആ രക്ഷയുടെ ആനന്ദം കൊണ്ട് തൃപ്തിപ്പെടുത്തുന്നവനാണ് സർവശക്തനായ ദൈവം. വീണ്ടും പറയട്ടെ, രക്ഷയ്ക്കായി കാക്ഷിക്കുന്നവനെ ആ രക്ഷയുടെ ഉറവയിലേക്ക് ചേർത്ത് പിടിക്കുന്ന ദൈവം. ഇവിടെ പാപം ചെയ്ത് പാപത്തിൽ ജീവിച്ച ഒരു സ്ത്രീ, പക്ഷേ ആ പാപം അവളുടെ സമാധാനം കെടുത്തിയിരുന്നു. സമാധാനമില്ലാതെ, സ്വസ്ഥതയില്ലാതെ, ആശ്വാസമില്ലാതെ അലഞ്ഞ് വലഞ്ഞ് ഈ സ്ത്രീ ഒടുവിൽ യേശുവിൻ്റെ അടുക്കലെത്തുകയാണ്. യേശുവിൻ്റെ അടുക്കലെത്തുന്ന ഒരു വ്യക്തിക്ക് പാപക്ഷമയും രോഗശാന്തിയും സമാധാനവും നിത്യജീവനും നൽകുക യേശുവിൻ്റെ ഒരു രീതിയാണ്. ഇത് മനസ്സിലാക്കിക്കൊണ്ടാകണം മറ്റ് എല്ലാ രീതികളും പരീക്ഷിച്ച് യഥാർത്ഥമായ സമാധാനം ലഭിക്കാത്ത ഈ സ്ത്രീ യേശുവിൻ്റെ അടുക്കൽ വരുവാനിടയായത്. അവൾ വിശ്വാസത്തോടെ യേശുവിനെ ആരാധിക്കുകയാണ്. അവളുടെ ആരാധന യേശു സ്വീകരിക്കുകയാണ്. ശേഷം അവളുടെ വിശ്വാസത്തെ പ്രകീർത്തിച്ചുകൊണ്ട് പാപക്ഷമയും നിത്യരക്ഷയും സമാധാനവും അവൾക്ക് വാഗ്ദാനം ചെയ്യുന്നു. ഇവിടെ നാം കാണുന്നത് ഒരു മനുഷ്യന് അത്യന്താപേക്ഷിതമായിരിക്കുന്ന ചില കാര്യങ്ങളാണ്. അതൊന്ന് സമാധാനം. ഈ സ്ത്രീ സമാധാനമില്ലാതെയാണ് യേശുവിൻ്റെ അടുക്കൽ വന്നത്. എന്നാൽ തിരിച്ചു പോയതോ സ്വർഗീയമായ സമാധാനത്തോടെ. രക്ഷയില്ലാതെയാണ്, അഥവാ രക്ഷ പ്രാപിക്കാതെയാണ് യേശുവിൻ്റെ അടുക്കൽ വന്നത്. പോയതോ രക്ഷ പ്രാപിച്ചുകൊണ്ട്. ഇന്ന് തിരുവചനം ശ്രവിക്കുന്നവർക്ക് സമാധാനമാണോ ആവശ്യം? രക്ഷയാണോ ആവശ്യം? അതിന് ചെയ്യേണ്ടതൊന്ന് മാത്രം, ഈ സ്ത്രീയെപ്പോലെ യേശുവിൻ്റെ അടുക്കൽ വരിക, യേശുവിനെ ആരാധിക്കുക, യേശുവിൽ വിശ്വസിക്കുക, യേശുവിൻ്റെ പാദപീഠത്തിൽ നിങ്ങൾ നിങ്ങളെ തന്നെ സമർപ്പിക്കുക. അങ്ങനെയെങ്കിൽ ലോകം തരാത്ത സമാധാനവും രക്ഷയും നിത്യജീവനും നിങ്ങളുടെ സ്വന്തമാകും. ആമേൻ.